ഇന്നേ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വഴി പോകാനുണ്ട് പറഞ്ഞില്ലേ. കാരണം എനിക്ക് ബജാജിൻ്റെ ഓഫീസിൽ പോകണം. കാരണം ഞാനൊരു വർഷം ആയി ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഇന്ന് രാവിലെ ഒരു ചാറ്റൽ മഴ ഉണ്ടായ കാരണം കൊണ്ട് റോഡൊക്കെ അത്യാവശ്യത്തെ സ്ലിപ്പാവുന്നുണ്ട്. ഈ മാങ്ങ വീണിട്ട് പഴുത്ത മാങ്ങ വീണിട്ടുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ കൂടെ ചീഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ സ്ലിപ്പായിട്ട് തിങ്ങി തെറിച്ച് വീണ് പോകും കേട്ടോ. എന്നാലും നമ്മൾ അവിടെ നിന്ന് നടന്ന് പിന്നെ നേരെ റോട്ടിലെത്തി വണ്ടിയൊക്കെ പിടിച്ച് നമ്മൾ നേരെ ഒറ്റപ്പാലത്തെത്തി ബജാജിൻ്റെ ഓഫീസിൽ എത്തിയിട്ട് നമ്മൾ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായ കാരണം കൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുക്കാതിരുന്നേട്ടോ. എനിക്കെന്തോ നാണക്കേട് തോന്നിയതുകൊണ്ട്. പിന്നെ ഞാൻ നേരെ ഒറ്റപ്പാലത്ത് നമ്മുടെ റോയൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. എനിക്ക് ഒന്നാമത് മെയിനായിട്ട് മേടിക്കാനുള്ളത് കറുത്ത മുന്തിരിയായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഏതായാലും കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി ആദ്യമായിട്ട് കയറുകയാണ്. നമുക്ക് അവിടെ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കടല, ചെറുപയർ, സാവോനരി, ഗ്രീൻ യോഗേട്ട്, ഗ്രീക്ക് യോഗേട്ട്, പിന്നെ പനീറൊക്കെ വാങ്ങിച്ചിട്ട് ഏതായാലും കയറിയല്ലോ വെച്ചിട്ട് പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ട് കടലപ്പരിപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റി തിരിച്ച് നോക്കി എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ ഒന്ന് കയറി. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി മാഷിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചിട്ട് പിന്നെ ബസ്സിന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലെത്തി ചോറ് ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ തിരിച്ച് ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കാന്താരിമുളക് നമ്മുടെ വിനാഗിരിയിലിട്ടതും കൂടെ കൂട്ടിയിട്ട് ആ ചൂടത്തുനിന്ന് ഏതാണ്ട് കുടിച്ചപ്പോണ്ടല്ലോ, ഇതാണ് സ്വർഗം.